നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കുടുംബശ്രീയും സംയുക്തമായി ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഉദ്ഘാടനത്തിനായി എത്തിയത്. പെരിങ്ങോട് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ഹെലിപാഡിലാണ് മുഖ്യമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം വൈകിട്ട് 4:15 പെരിങ്ങോടെത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി 3 മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിന് സമീപത്തു നിന്നും മുലയമ്പറമ്പ് മൈതാനത്തേക്ക് വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. തിരുവേഗപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചിട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ മുതലാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. 1 മാസത്തേക്കാണ് നിയന്ത്രണം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുള്ള തിരുവേഗപ്പുറ പാലത്തിലെ തകർച്ച പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടത്. തുടർന്ന് ഭാഗികമായുള്ള ഗതാഗത നിയന്ത്രണം പാലത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ചരക്കു വാഹനങ്ങൾക്ക് പാതയിലൂടെയുള്ള യാത്ര നിരോധിച്ചത്. തുടർന്ന് സർക്കാർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അടിയന്തരമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 1 മാസക്കാലത്തേക്കാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കാൻ തന്നെയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ പാലത്തിനപ്പുറവും പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ തിരുവേപ്പുറയിലുമാണ് നിർത്തുന്നത്. ഇവിടെ നിന്നുമാണ് യാത്രക്കാരെ കയറ്റി പോകുന്നത്. വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള മറ്റു വാഹനങ്ങൾ ഓണപ്പുഴ, മൂർക്കനാട്, പുലാമന്തോൾ വഴി കടന്നു പോകണം. പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പുലാമന്തോൾ, ഓണപ്പുഴ വഴിയും കടന്നു പോകണം. വെളിയൂർ, എടപ്പലം, മൂർക്കനാട് പാലം വഴിയും വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ യാത്രാക്ലേശവും രൂക്ഷമാണ്. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നൊട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 10:15 അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന പ്രതീഷ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ പ്രതീഷിന്റെ ശരീരം എതിരെ വരികയായിരുന്ന മറ്റൊരു ബൈക്കിലും തട്ടിയിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതനായ പരമേശ്വരൻ പിതാവാണ്. പ്രേമാവതി മാതാവും. പ്രസീത, പ്രജീഷ, പ്രഭിത എന്നിവർ സഹോദരങ്ങളുമാണ്. കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് പ്രധാന പവലിയനിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ, കുടുംബശ്രീ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ C നവീൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗം എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആശ S പണിക്കർ, കമ്മ്യൂണിക്കേഷൻസ് സ്പെഷ്യലിസ്റ്റ് ചൈതന്യ, മീഡിയ ഇന്റേൺ MR തനുജ, മീഡിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സരസ് മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സമീപത്തുള്ള ആശുപത്രികളും ക്ലിനിക്കുകളും ചേർന്ന മെഡിക്കൽ ടീമാണ് സേവനം നൽകുന്നത്. പ്രധാന പവലിയനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടീം അംഗങ്ങൾക്കുള്ള ബാഡ്ജ് ചാലിശ്ശേരി ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി ചാലിശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാറിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മേളയിലെത്തുന്ന പൊതുജനങ്ങൾക്കും പങ്കാളികൾക്കും അടിയന്തര ചികിത്സ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് മെഡിക്കൽ ടീമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി അറിയിച്ചു. മെഡിക്കൽ പവലിയൻ മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റോഷ് ചെയർമാനായും മെഡിക്കൽ സബ് കമ്മിറ്റി കൺവീനർ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമ്മയുടെ നേതൃത്വത്തിലുമാണ് മെഡിക്കൽ ടീം പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ യൂണിറ്റിന്റെ റൂമാണത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ റൂമിൽ സമീപിക്കാം. എല്ലാവർക്കും എളുപ്പം എത്താവുന്ന രീതിയിലാണ് റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള പ്രാഥമിക സേവനങ്ങളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. മറ്റ് റെഫറൽ സംവിധാനങ്ങളും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളൊക്കെ അവരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ഇതിൽ സ്വകാര്യ മേഖലയിൽ നമ്മുടെ പ്രദേശത്തെ ആശുപത്രികളും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ ഹണി ക്ലിനിക്കാണ് ചെയ്യുന്നത്. പിന്നെ ചന്ദ്രോദയ ഉണ്ട്, നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലുകളുണ്ട്, അതേപോലെ നമ്മുടെ തൊട്ടടുത്ത എല്ലാ ആശുപത്രിയും ഉണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ പുതുവർഷത്തോടനുബന്ധിച്ച് രാത്രികാല ട്രാഫിക് ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും. പട്ടാമ്പിയിൽ രാത്രി യാത്രക്കാർക്ക് ചൂടുകാപ്പി നൽകിയായിരുന്നു ബോധവൽക്കരണം.
പട്ടാമ്പിയിൽ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതുവർഷപ്പുലരിയിൽ രാത്രികാല ഡ്രൈവിംഗ് ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ് വാർഡൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷനുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ രാത്രിയിലെത്തിയ വാഹനയാത്രക്കാർക്ക് ട്രാഫിക് ബോധവൽക്കരണം നൽകുന്നതോടൊപ്പം ഉറക്കം വരാതിരിക്കുവാൻ ചൂട് കട്ടൻ ചായയും നൽകിയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനം നടത്തിയത്. പട്ടാമ്പി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GK അർജുന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ KMBI സുദേവ്, ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ് വാർഡന്മാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഓങ്ങല്ലൂർ മുലൂർക്കര അങ്കണവാടിക്ക് പുതിയ കെട്ടിടമാകുന്നു. മുഹമ്മദ് മുഹസിൻ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 35 നമ്പർ മൂലൂർക്കര അംഗൻവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഏറെക്കാലമായി വാടക കെട്ടിടത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നത്. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 40 അംഗൻവാടികളുണ്ട്. ഈ അംഗൻവാടി കൂടി ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നതോടുകൂടി 40 അംഗൻവാടികൾക്കും സ്വന്തമായ സ്ഥലവും കെട്ടിടത്തിനുള്ള ഫണ്ടും ലഭ്യമാകുകയും കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുകയാണ് എന്നതാണ്. അതായത് 2027 അടുത്ത വർഷം പിറക്കുന്നതിന് മുമ്പ് 100% എല്ലാ അംഗൻവാടികളും സൗകര്യമുള്ളതായിട്ട് ഇവിടെ മാറുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അംഗൻവാടിയുടെ നിർമ്മാണം ആരംഭിക്കുക മാത്രമല്ല, ഒരു പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടവും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അവസാനവട്ട ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിസമാപ്തിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്നതാണ് നമുക്ക് പ്രത്യേകത. അതുകൊണ്ട് തന്നെ 2026 നമ്മൾ വരവേൽക്കുന്നത് വികസനത്തിന്റെ ഒരു വലിയ തുടക്കം, അതോടൊപ്പം തന്നെ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പൂർത്തീകരണത്തിന്റെ തുടക്കവുമായിട്ടാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ സുബ്രഹ്മണ്യനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് മെമ്പർ PK പ്രസന്ന, മെമ്പർ പഞ്ചായത്ത് അംഗം PV സത്യജിത്ത്, അബ്ദുൾ റസാഖ്, ദേവദാസ്, ഡോക്ടർ വേണുഗോപാൽ, പ്രസന്ന, മിനി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പെരിങ്ങോട് ക്ഷീരസഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തൃത്തല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ വാര്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ ദിലീപ്, NR അരുൺകുമാർ, അഡ്വക്കേറ്റ് ഫർഹദ് അനീസ്, TU ഉദയൻ, CK വത്സല തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീര കർഷകരും ക്ഷീര സംഘങ്ങളും അത് ഏത് മേഖലയിലാണ്, നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ പാലുൽപാദനം സംഭരണമൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രൂപത്തിലുള്ള കർഷകർക്ക് നമ്മളെ അത്ര പ്രയാസങ്ങൾ. എന്നാൽ ഈ പടിഞ്ഞാറൻ മേഖലയിൽ സംഘങ്ങളും പ്രയാസത്തിലാണ്, കർഷകരും വളരെ പ്രയാസത്തിലാണ്. പിന്നെ പരമ്പരാഗതമായി ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന നിലക്കാണ് ഇത് നിലനിന്ന് പോകുന്നത്. പല ഇപ്പൊ നമ്മുടെ തൃത്താല ബ്ലോക്ക് അതിർത്തിയിൽ 24 ക്ഷീരസംഘങ്ങൾ ഉണ്ട്. 24 സംഘങ്ങളിൽ വേണമെങ്കിൽ ചാലശ്ശേരിയും പെരിങ്ങോടൊക്കെ വേണമെങ്കിൽ ലേശം മികച്ചത് എന്ന് പറയാം. ബാക്കിയുള്ള സംഘങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ക്ഷീരസംഘങ്ങളെയും അതുപോലെ തന്നെ ക്ഷീര കർഷകരെയും അവരുടെ കാര്യത്തിൽ നല്ലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാം. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണമാണ് വിക്ടേഴ്സ് മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിക്ടേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും മറികടന്നുകൊണ്ട് അത് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ നിർവഹണം ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അത് ഇടതുമുന്നണിയെ മാത്രമല്ല,
നമ്മളെയും ബോധവൽക്കരിക്കാൻ പര്യാപ്തമാകണം. ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണം നമ്മൾ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പ്രവർത്തകനെതിരായി നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും ഭവിക്കരുത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, ഉമ്മർ അറക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം, സംസ്ഥാന സെക്രട്ടറി അംഗം MA സമദ്, മരക്കാർ മാരാമംഗലം KP വാപ്പുട്ടി, സയ്യിദ് റഷീദ് തങ്ങൾ, KT ജബ്ബാർ, PT കുഞ്ഞാനു മാസ്റ്റർ, PV അൻവർ സാദത്ത്, KM ഷെരീഫ്, TP ഉസ്മാൻ, അഡ്വക്കേറ്റ് AM ജമാൽ, മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട് എരുമപ്പറമ്പ് ഉന്നതി അങ്കണവാടി വെൽഫെയർ കമ്മിറ്റി വാർഡ് മെമ്പർ NR അരുൺകുമാറിന് സ്വീകരണം നൽകി. മുൻ മെമ്പറും വെൽഫെയർ കമ്മിറ്റി അംഗവുമായ A സേതുമാധവൻ മെമ്പറെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. വെൽഫെയർ കമ്മിറ്റി അംഗവും നാടക സംവിധായകനുമായ അനിൽകുമാർ പെരിങ്ങോട്, ഷിഹാബ് കലിങ്ങൽ, NP പ്രസാദ്, അങ്കണവാടി പ്രവർത്തകരായ നന്ദിനി, സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ കുട്ടികള് അവരുടെ ജീവിതത്തിലേക്ക് ആദ്യത്തെ ചുവടുവെപ്പാണ് അംഗനവാടി. അതായത് ഒരു ഭാവിയിൽ അവര് എത്രത്തോളം ഉയരണം എന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പിലാണ് നമ്മൾ മക്കളെ കൊണ്ടുവന്നാക്കും. അപ്പൊ നമുക്ക് പറയാം, ഇങ്ങനെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടക്കുന്നതിനേക്കാളും വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നിലവിലുണ്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇല്ല. 2020 കാലഘട്ടത്തിൽ ഉള്ള മെമ്പറെ യാത്ര അയക്കുന്നു. പുതിയ മെമ്പറെ നമ്മൾ വരവേൽക്കുകയും ചെറിയൊരു പരിപാടിയുടെ ചടങ്ങിലാണ് ഇതിനൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ മെമ്പറോട് നമുക്ക് ഇന്നുണ്ടായിരുന്ന മെമ്പറോട് നമ്മൾ പറഞ്ഞിരുന്നു, ശ്രീമതി ഇന്ദിരയോട് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യത്തിന് എറണാകുളം പോയി വരുന്ന കാരണം അവരവിടെ പോയ കാരണം നമുക്ക് ഈ ചടങ്ങിന് ഈ മനോഹരമായ സന്തോഷകരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നു. പരുതൂർ പഞ്ചായത്ത് പുതുവത്സരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. വെള്ളിയാങ്കല് പൈതൃക പാർക്കിൽ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കലാപരിപാടികൾക്ക് തുടക്കമായി. പരുതൂർ പഞ്ചായത്തിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളോടെയായിരുന്നു ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മംഗലം സെന്ററിലെ കൊച്ചുമിടുക്കികൾ അവതരിപ്പിച്ച DJ ഡാൻസ് നൃത്തം കാണികളിൽ ആവേശം നിറച്ചു. തുടർന്ന് ഗാനാലാപനം, പാരമ്പര്യ കലാരൂപങ്ങളുടെ അവതരണം, തൃശൂർ ജനനയന അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികൾ എന്നിവ നടന്നു. പരുതൂർ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകി. KM മാധവ വാര്യർ ആൻഡ് വിശാലാക്ഷി വാരസ്യാർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 1ാം വാർഷികാഘോഷം തൊഴുക്കാട് വനജോത്സ്യനയിൽ ഷൊർണൂർ MLA മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് K പരമേശ്വരൻ അധ്യക്ഷനായി. സെക്രട്ടറി D രാജപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനാർദ്ദന പിഷാരടി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സുഷമ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രജീഷ, 8ാം വാർഡ് മെമ്പർ PP ലീല, 9ാം വാർഡ് മെമ്പർ നിഷ ദിലീപ്, പ്രമീള, രമേശ്, ലത സുധീർ എന്നിവർ ധനസഹായ വിതരണം നടത്തി. തൊഴുക്കാട് സ്നേഹവീട്ടിലെ വയോജനങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ പാണ്ഡ്ര സ്വാഗതവും ട്രഷറർ VP രാജൻ നന്ദിയും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോ ആരും തമ്മിലൊന്നും വിളിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം എഴുതി നോക്കുമ്പോ 11:15 പിറ്റേ ദിവസം. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഈ ഇവിടെ ഒന്നും കിടന്നിട്ട് അങ്ങനെ ഒരു വിശ്രമിക്കാനുള്ള സമയം കിട്ടാറില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ഞങ്ങൾ പിന്നീട് പറയാറുണ്ട്. എത്ര 24 മണിക്കൂർ ഞങ്ങൾ കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയ ഒരു ചരിത്രം. മാധവവാരും വിളിച്ചില്ല, മാധവവാരൻ അങ്ങോട്ടും വിളിച്ചില്ല, കേരിയും വിളിച്ചില്ല, ബാലമാസം വിളിച്ചിട്ടുണ്ട്. അല്ല, ആരും വിളിച്ച് ശല്യപ്പെടുത്താൻ വരില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നിട്ട് അപ്പൊ കേജി പറഞ്ഞ് നമുക്കൊരു സിനിമക്ക് പോവാം, ഒരു 5:30 മണിക്ക്, അതുവരെ ഒന്ന് കിടക്കാന്നാണ് കിടന്നിട്ട് അങ്ങനെ കിടന്നു. അതിനെ സംബന്ധിച്ച് പിന്നീട് ഞങ്ങൾ സംസാരിക്കുമ്പോ പിന്നീട് ചിരി അടക്കാൻ വയ്യാത്ത രീതിയിലാണ്. ആ പലപ്പോഴും ഇടക്കിടക്ക് പറയാറുണ്ട് ആ കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരത്ത് പോയുള്ള ഉറക്കം തിരിഞ്ഞ് ഉറങ്ങാൻ എന്നാ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു നടന്നു. അപ്പൊ ഞാൻ കൂടുതലൊന്നും ഇതിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം മാധവന്മാരില് ഒരു വലിയ മനുഷ്യനായിരുന്നു അർത്ഥം, മനുഷ്യ സ്നേഹിയായിരുന്നു അല്ലേ. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.